നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് അതീതമായി, അല്ലെങ്കിൽ ദേശീയപാത പലയിടത്തും തകരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന വിമർശനങ്ങൾ അത് മുഹമ്മദ് റിയാസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് ഉണ്ടാവുന്നത്. മലപ്പുറം കൂരിയാടാണ് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് വലിയ അപകടം സംഭവിച്ചത്. 2 വാഹനങ്ങൾക്ക് മേൽ കല്ലും മണ്ണും വീണ് തലനാരിഴക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിലും കോഴിക്കോടും കാസർഗോഡും തൃശ്ശൂരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ദേശീയപാത തകർന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ വി.ഡി. സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കൾ അതിശക്തമായി തന്നെ ദേശീയപാത തകരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കെതിരെയും സംസ്ഥാനം ഭരിക്കുന്ന CPM-നെതിരെയുമാണ് കോൺഗ്രസിൻ്റെ വിമർശനങ്ങൾ ഉയരുന്നത്. നമുക്കറിയാം, ദേശീയപാത അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് കൂടുതലായും ഉള്ളത്. സ്ഥലമേറ്റെടുക്കലടക്കം ചെയ്തു കൊടുത്തത് സംസ്ഥാനമാണ്. ഈ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ UDF ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചില തർക്കങ്ങൾ കേന്ദ്രവുമായി നിലനിന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഇതൊന്നും കൃത്യമായി ചെയ്തില്ല എന്നാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ പറയുന്നത്. അത് തങ്ങൾ കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ദേശീയപാത വികസനം ഇത്ര പെട്ടെന്ന് മുന്നോട്ട് പോയത് എന്നാണ് മുഹമ്മദ് റിയാസും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള തകർച്ച ഈ ഒരു വിഷയത്തിൽ, റോഡിൻ്റെ തകർച്ച നേരിടുമ്പോൾ എന്തുകൊണ്ട് ഈ തകരുന്ന റോഡുകളുടെ ക്രെഡിറ്റ് BJP-യും CPM-ഉം ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ന്യായമായ ചോദ്യമാണ്. ദേശീയപാത പലയിടത്തും തകർന്നിട്ടുണ്ട്. അശാസ്ത്രീയമായ റോഡ് ഘടന അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണ് റോഡ് തകരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പലയിടത്തും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായും ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, 9 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ദേശീയപാത വികസനം ആരംഭിച്ചിരുന്നു എന്നതാണ്. അതായത് കേന്ദ്രത്തിൽ LDF-ഉം UDF-ഉം, അതായത് UPA സർക്കാർ, LDF-ഉം UDF-ഉം പിന്തുണയ്ക്കുന്ന UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും ദേശീയപാത വികസനം അത് നടന്നിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും കൃത്യമായി സ്ഥലമേറ്റെടുത്തു നൽകാൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാരിന് സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് വന്ന പിണറായി സർക്കാരാണ് കൃത്യമായും ഈ ഒരു സ്ഥലമേറ്റെടുത്ത് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ദേശീയ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കാൻ പോലും ഈ ദേശീയപാത നിലവിൽ വന്നത് ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് എന്ന് കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നല്ലതാണ്. കാരണം ആ സമയത്ത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ അന്നത്തെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തകർച്ച പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.